അപ്പൊ ബീഡി വലിക്കൂലേ? ചോദിച്ചത് കേട്ടില്ലേ? ഏയ്, അപ്പൊ ഞാൻ കണ്ടതോ? ആരോ ഒരുത്തൻ കത്തിച്ചു തന്നു, ഞാൻ വലിച്ചു. ഉം. ആ ബേജാറില് ബീഡിയല്ലേ എന്ത് കിട്ടിയാലും വലിക്കൂലേ എന്ന് വെച്ച് മാഷോട് പറയല്ലേ. ആ കുഴിയിൽ പൊങ്ങും താഴെയും ചെയ്തപ്പോ ഞാനിനി വിളിക്കാത്ത ദൈവങ്ങളില്ല. അതിപ്പോ ഒരു ആപത്ത് വരുമ്പോ നോക്കി നിക്കാൻ പറ്റുവോ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ നോക്കേ. മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും രണ്ടിന്റെയും ജീവൻ ഇക്കൊരു പോലെയാ. ഇക്കഴിഞ്ഞ ഓണത്തിനെ നമ്മുടെ അടുക്കളപ്പരമില്ലേ, ഓന്റെ കുട്ടി കിണറ്റിൽ വീണു. ഓടിക്കൂടാനും ഒച്ചയിടാനും ഒക്കെ നമ്മുടെ ആളുകൾക്ക് നല്ല മിടുക്കാണല്ലോ. ഒരെണ്ണം വേണമല്ലോ എടുത്ത് ചാടാൻ. ഈ പരമ കൂടെ മിടിച്ചോണ്ട് നിന്നു. അല്ല, മൂപ്പര് ചാടിയിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാന്ന് വെച്ചോ. കുട്ടി ഒന്ന് പൊന്തി, പിന്നെയും പൊന്തി, 3 കഴിഞ്ഞാ പിന്നെ പൊന്തില്ല. ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല, എടുത്ത് ചാടി കുട്ടിയെ കയറ്റി. അന്ന് മുറിഞ്ഞ പാടായത്. ആ ആനയുടെ കൊമ്പിലോ തുമ്പിക്കൈയിലെങ്ങാനും പെട്ടിരുന്നെങ്കിലോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതിനല്ലേ ആളോള് നിന്നിരുന്നത്. അപ്പ വലിക്കില്ലേ വടം മേലോട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞേപ്പനല്ലേ ഉപദ്രവിക്കില്ലാന്നും കയറ്റി വിടാനാന്നും ഞാൻ ഓരോട് നേരത്തെ പറഞ്ഞിരുന്നേ. പറഞ്ഞത് അപ്പടി ആനയ്ക്ക് മനസ്സിലായും കാണൂല്ലോ. അതുകൊണ്ടല്ലേ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഓ മേലോട്ട് കയറി പോയത്. എനിക്ക് അതിനൊന്ന് തൊടണമെന്നുണ്ടായിരുന്നു. അതപ്പ പറഞ്ഞാ മതിയായിരുന്നല്ലോ. തൊടുവ് തടവ് എന്ത് വേണ ചെയ്യായിരുന്നു. എനിക്കൊരു ആനവാല് കൊണ്ടുതരുവോ? എന്തിനാ? അതുകൊണ്ട് മോതിരം ഉണ്ടാക്കിയിട്ടാ പേടി സ്വപ്നം കാണില്ലെന്നാ. ചുമ്മാ പറയണതാണെന്നേ. അല്ലേ തന്നെ അവന്റെ വാലിൽ ആകെ 2 തന്നെ ഉള്ളു. ഇനി അതൂടെ പറിച്ചെടുത്താ പാവം. ഇനി പേടി തോന്നുമ്പടേ ഇങ്ങോട്ട് നോക്കേ, എന്നെ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു പേടിയില്ലാതെ ആ കാട്ടില് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയണൂന്ന്. എന്തു പറഞ്ഞാലും ഒരു പേടി. എനിക്കൊന്നിനേം പേടിയില്ല. അപ്പൊ രാത്രിയിൽ കാലങ്ങോഴി കൂവിയാലോ? ഞാൻ തിരിച്ചു പോവും. എണയാണെന്നേറി ചിലപ്പോ അവറ്റ വരികയും ചെയ്യും. അത് ചുമ്മാ. സത്യം. സ്നേഹിക്കാൻ മനുഷ്യന്മാരെക്കാൾ നല്ലത് മൃഗങ്ങളാ. ഞാനൊന്നും മറന്നു. ദേ, ഇത് രക്തചന്ദ്ര. ഏതോ ദുഷ്ടന്മാര് പണ്ട് കാട്ടീന്ന് വെട്ടിക്കൊണ്ടുപോയതിന്റെ കുറ്റിയാ. കിളക്കുമ്പോ കിട്ടിയതാക്കി. ഇത് ദിവസവും അരച്ചു പുരട്ടിയ മുഖം ദേ വെട്ടിത്തിളങ്ങും. മായമ്മയുടെ നാളെന്താ? രേവതി. ആഹാ, രേവതി എന്ന് പറയുമ്പോ ശുക്രൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അറിയില്ല. തുടങ്ങി. ഇനി നല്ല ഫലങ്ങൾ ഉണ്ടാവണം. കൂടെ നിൽക്കുന്നവർക്കും എന്റെ ഗുണങ്ങൾ കിട്ടണം. എന്റെ ഇളയ മോളുടെ നാളും രേവതിയാ. മാഷിക്ക് എത്ര കുട്ടികളാ? എനിക്ക് 2 പെൺകുട്ടികളാ. അതില് മൂത്തത് അത് ഓർക്കാൻ പറ്റില്ല. ഒരു പനിയെന്ന് കേട്ടിട്ടാ ഇവിടുന്ന് വീട്ടിലേക്ക് പോയത്. രാത്രി എന്ന് കയറുമ്പം ഇറക്കി കിടത്തിയിരിക്കുക തറയില്. കുളിപ്പിച്ച് കുറിയും തൊട്ട്. മഞ്ഞപ്പിത്തായിരുന്നു, അറിഞ്ഞില്ല. സഹിക്കുക. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് സമാധാനിക്കുക. അല്ലാണ്ടെന്താ. എനിക്ക് നാളെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് പോകണം. ഡാം സൈറ്റ് വരെ കറണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കും വിളിച്ചായി. എന്ന് വെച്ചാൽ ഊണ് സമയം കഴിഞ്ഞേ ചിലപ്പോ തിരിച്ചെത്തുള്ളൂ എന്നർത്ഥം. അപ്പോ വിളമ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കൗണ്ടറിലെ കാര്യവും കാശിന്റെ കാര്യവും കൂടെ മായമ്മ നോക്കേണ്ടി വരും. അയ്യോ, എനിക്കിതൊന്നും അത്ര ശീലമില്ല. ശീലം ഉണ്ടായിട്ടാ ഇയാള് മണിമണി പോലെ ഓടിയിറങ്ങി ഇങ്ങനെ വിളമ്പണത്.
ആ 2 2 എത്രയാ? 4 4 4 8 എണ്ണ 2 16 16 ഇട്ട് പോയാൽ 8 8 6 പോയാൽ 2 കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു. ദാ പിടി. താക്കോല് പിടിക്കേ. എന്താ? താക്കോല് പിടിക്കാൻ. ഇത്തിരി കഞ്ചാവുണ്ട്, തള്ളക്ക് തരട്ടെ. ഓടവിടുന്ന് നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ. അമ്മയാ പറഞ്ഞ തള്ളക്ക് തരാൻ. എടാ നിന്റെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കണ ചാപ്പി പോടാ. പറ്റെഴുതുന്നേ. ഒരു ഊണ്. ഇന്നലത്തെ ബാക്കിയും കൂടെ എടുത്തിട്ടുണ്ടേ. മുരുക ആഹാ. എടി മോളെ, വന്ന സമയത്തിനുള്ളിൽ ആ മാഷയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കിയില്ലേ? ഇങ്ങോട്ട് വന്നേ മായമേ. ആ, ദേ വരണു. എടി മോളെ ഒന്നവിടെ നിന്ന് ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. എടി ഒന്നവിടെ നിക്കേ. ഒന്ന് നിക്കടി പെൺകുട്ടി, ഒന്ന് ചോദിച്ചോട്ടെ നിന്നോട്. ആരാ മെഴുക്കുവരട്ടി ഒരു വെച്ചേ? ഇച്ചിരി നേരം നിക്കടി പെണ്ണെ. എടി ഒന്ന് നിക്കടി അവിടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന്. എന്താണല്ലേ ഇവിടെ ആർക്കാ മെഴുക്കുവരട്ടി? വെട്ടി വിഴുങ്ങടാ, നീ വെട്ടി വിഴുങ്ങ. ആ കൂട്ടുകാരൻ നോക്കടി. ആ വരണൂന്ന്. ഇത്തിരി പുളിശ്ശേരി അച്ചാറും. ആ പുളിശ്ശേരി. ദേ ഇവിടെ പുളിശ്ശേരി വിളമ്പ്. മാങ്ങാക്കറി ഇവിടെ വെച്ചിട്ട് നീ ഞാൻ പിടിച്ചോളാടി. അമ്പടി കേമി. ഒരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അവള് സമ്മതിക്കില്ല. എന്ത് ശബിയാണിത്? എടി നീ എന്നെ തള്ളി മാറ്റിട്ട് പോണത് ഞാനൊന്ന് കാണട്ടെ. എന്താടി നീ മനുഷ്യനെ കാണാത്ത പോലെ? ഈ പെണ്ണ് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് വരാം. അങ്ങോട്ട് മാറുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുക. ഒരു പഴം കിട് പോന്നോട്ടെ, ചങ്ക് പൊട്ട വെച്ചിട്ടും വയ്യ. ആരാ രസം ചോദിച്ചത്? ഇവിടെ. ആ ഇവിടെ അല്ലേ? എടി മോളെ, ഒരു 5 രൂപ ഇങ്ങട് തന്നെ. അതിന്ന് ഒരു 5 രൂപ ഇങ്ങോട്ട് തരാനേ. അയ്യോ ഞാൻ തരില്ല. അതെന്താ? തരാൻ പാടില്ല. അത്ര തന്നെ. ഇത്ര പൊള്ളാനായിട്ട് അത് നിന്റെ കാശൊന്നല്ലല്ലോ. ആ അതുകൊണ്ട് തന്നെയാ. ഇതേ മാഷിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. എനിക്കിത് വേണടി. തെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. എനിക്കിതന്നെ വേണം. ഓരും വിട്ടോളെ. മനസ്സിലാവുണ്ടീ? ഇവിടെ നടക്കണ കുട്ടൻസും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിയുടെ താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത്. തീർത്തരാടി, ഞാനായിട്ട് തന്നെ തീർത്തരാടി. എടി ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ 1/2 സെക്കൻഡ് മതിയിടി പെണ്ണെ, 1/2 സെക്കൻഡ്. നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ തള്ളയുണ്ട്. എന്താ എന്താ മായമേ? എന്നോട് ഒരു 5 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാത്തോണ്ടാ. ദിവസം വന്ന് ഞഞ്ഞ മേടിച്ചോണ്ട് പോകണ്ടല്ലോ. പിന്നെന്തിനാ കാശ്? കുഴിച്ചിടാൻ. എന്നിട്ട് മുളച്ചു വരുമ്പോളേ ഇങ്ങനെ പറിച്ചെടുക്കാൻ. എന്നാലേ കുഴിച്ചിട്ടാ മുളയ്ക്കുന്ന കാശൊന്നും ഇവിടെ ഇല്ല. നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കണ കാശേ നാട്ടുകാർക്കൊക്കെ അറിയണം നിന്റെ അധ്വാനം. തള്ളെ മിണ്ടാൻ വേണം. മിണ്ടാൻ തന്നെയാണ് പോണത്. ചായ കച്ചവടം മാത്രല്ല ഇവിടെ നടക്കണത്. വേണമെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണത്തിനെയും കൂടെ കൊണ്ടുതരാ. നടത്തിക്കോടാ, വെച്ച് നടത്തിക്കോടാ. അയ്യോ എന്റെ പല്ലേ, എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പല്ല് പോയേ. കാണിച്ചു തരാടാ എരപ്പേ. തള്ള ആരെന്ന് അറിയിച്ചു തരാടാ നിന്നെ. എടാ കണ്ടാ തവളെ പോലെ ആണെങ്കിലും മൂർഖും പാമ്പിനെയാടാ നീ നോവിച്ചു വിട്ടേക്കണത്. അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പോയേ. വായിലിരിക്കുന്നത് കേട്ടാ സ്വന്തം തള്ളയായാലും തല്ലു കൊടുത്തു പോവില്ലേ? അത് കൈ വെച്ചോളൂ. കുട്ടി വിഷമിക്കൊന്നും വേണ്ട. ആ തള്ളയെന്ന് പലതും പറയും. ഊണ് കഴിച്ചോ?
തനിച്ച് കഴിക്കാം. എന്തേ രക്തചന്ദ്രൻ വരട്ടിയതാ? പേടിച്ചു പോയി. അപ്പൊ പേടിയുണ്ടല്ലേ? പിന്നെ കുട്ടിത്തേവാങ്ക് പോലെ വന്നു നിന്നാ പേടിക്കാതിരിക്കോ? എന്താ? ഓ, അപ്പൊ എന്നെ കണ്ട കുട്ടിത്തേവാങ്ക് മാതിരിയല്ലേ? അല്ല, അങ്ങനെയല്ല, വെറുതെ ചുമ്മാ പറഞ്ഞതാ. ഒന്നുമല്ല. അപ്പോഴേക്കും പടങ്ങിയോ? ആ, പിണങ്ങി. ഒന്ന് നിക്കുവോ? എന്തൊരു ശേലമായെന്ന് കാണാൻ. മുഖം ഇപ്പൊ കണ്ട സ്വർണം പോലെ. ഞാനൊന്ന് തൊട്ടോട്ടെ. ഏയ്,